കേരളത്തിലെ കോൺഗ്രസിൽ അഴിച്ചുപണി വേണമെന്ന് നേതാക്കൾ. വിശാല പുനഃസംഘടന അത്യാവശ്യമെന്ന് എം ഹസൻ ആവശ്യപ്പെട്ടു. പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പല തലത്തിലും ആവശ്യമാണ്. താഴെ ബൂത്ത് തലം മുതൽ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ KPCC വരെയുള്ള പുനഃസംഘടന നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. പാർട്ടി വരാൻ പോകുന്ന വലിയ 2 തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങളെ നേരിടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ലോക്കൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പുനഃസംഘടന ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കെ സുധാകരനെ മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് KC ജോസഫും പ്രതികരിച്ചു. കേരളത്തിലെ മണ്ഡലം ഞങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു, ബ്ലോക്ക് പോലെ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് ചില അഴിച്ചുപണി ആവശ്യമുണ്ട്. കാരണം ഇത് 5 കൊല്ലമായി ഭാരവാഹികൾ തുടരുകയാണ്. പലരും വർക്ക് ചെയ്യുന്നവരല്ല. അവരെ ഒഴിവാക്കി ഒരു റീജുവനേഷൻ കോൺഗ്രസിന് ആവശ്യമാണ്. അത് കേരള പ്രദേശ് KPCCയുടെ അജണ്ടയാണത്. ഹൈക്കമാൻഡുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ CBC ജോസഫ് ചേരുകയാണ് അഹമ്മദാബാദിൽ നിന്നും. സിബി, നിലവിൽ ഈ റീജുവനേഷൻ എന്ന് KC ജോസഫ് പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ നിലവിലുള്ള ഈ കോൺഗ്രസ് നേതൃത്വമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നേരിടാൻ പ്രാപ്തിയുള്ള നേതൃത്വമല്ല കേരളത്തിലുള്ളതെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് എം ഹസനും ഒപ്പം തന്നെ KC ജോസഫും. ഇതേ വികാരമാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത്. ഏതായാലും അഴിച്ചുപണി തന്നെയാണ് അവരുടെ എല്ലാം മുഖ്യ ആവശ്യം, അല്ലേ? സുജു, തീർച്ചയായും കേരളത്തിൽ ഒരു വലിയ അഴിച്ചുപണി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ വേണമെന്നൊരു ആവശ്യം കുറച്ച് നാളായി സജീവമായ ചർച്ചയിലാണ്. ഈ ചർച്ചയ്ക്ക് ആട്ടം കൂട്ടുന്നതാണ് ഇന്നലെ CWC ഈ പ്രവർത്തക സമിതി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ. അതായത് ഈ 2025 ഒരു പുനഃസംഘടനാ വർഷമായിരിക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നു. ആ പ്രഖ്യാപനം ഇന്നലെ CWCയുടെ വിശാലമായ പ്രവർത്തക സമിതി യോഗം അംഗീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ PCC, അതായത് താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള എല്ലാ ഘടനയിലും മാറ്റം വരുത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയും അത് ഊർജിതമാക്കുകയാണ്. കേരളം ഉൾപ്പെടെ, പ്രത്യേകിച്ച് കേരളത്തിലും ബീഹാറിലും ഗുജറാത്തിലുമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലടക്കം ഒരു വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ ഒരു തീരുമാനം വന്നതോടുകൂടി തന്നെ കേരളത്തിലെ നേതാക്കൾ ഇനി എത്രയും പെട്ടെന്ന് പുനഃസംഘടന വേണമെന്ന ആവശ്യം ഉയർത്തുകയാണ്. അത് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഇന്നിപ്പോൾ എം ഹസന്റെയും KC ജോസഫിന്റെയും മറ്റു പല നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ നിലയും അവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഒരു വലിയ പുനഃസംഘടന കേരളത്തിൽ വേണം. അത് ബൂത്ത് തലം മുതൽ മുകളിലെ KPCC വരെ വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു ഇത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടുത്താനും വേണ്ടി CWC എടുത്ത തീരുമാനമാണെങ്കിൽ പോലും അത് കേരളത്തെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്തായാലും പോകുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിനടുത്തുള്ള തീരത്താണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ AICCയുടെ വിപുലമായ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം 64 വർഷത്തിന് ശേഷമാണ് ഗുജറാത്തിൽ സമ്മേളനം നടക്കുന്നത്. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. കഴിഞ്ഞ